കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്താണെന്ന് കേൾക്കണ്ടേ? എൻ്റെ മകള് ഡിഗ്രി കഴിഞ്ഞ് PGക്ക് വേണ്ടി എൻട്രൻസ് എഴുതി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി അയച്ചു തന്നാണ്. പിന്നെ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്നിച്ച് പഠിച്ച 5 പേരെയും വിളിച്ചു. എൻ്റെ മകളെയും മറ്റേ കുട്ടിയെയും അവളുടെ കൂട്ടുകാരെയും വിളിച്ചില്ല. അവർ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട, ഭഗവാനെ ഉറക്കെ ഉറക്കെ വിളിച്ചോ എന്ന് പറഞ്ഞു. അവളോടും അവളുടെ കൂട്ടുകാരിയോടും പറഞ്ഞു, നിനക്ക് എന്തായാലും കിട്ടും, കണ്ണനെ വിളിച്ചോ, എന്തായാലും വിളി കേൾക്കൂ. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഒന്ന് കണ്ണനോട് പറയുമെന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് പറയാൻ തോന്നിയത്, നിന്നെ അഡ്മിഷന് വിളിച്ചാൽ മാത്രം നീ കണ്ണനെ വിശ്വസിച്ചാൽ മതിയെന്ന്. 2 ദിവസം കഴിഞ്ഞ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിളിച്ചു. എന്തെന്നില്ലാത്ത സന്തോഷം. കുറേ കരഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവൾ പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. എൻട്രൻസ് നന്നായിട്ട് എഴുതി അവിടെ കിട്ടാനായിരുന്നു ആഗ്രഹം. സാരമില്ല, ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് പ്രാർത്ഥിച്ചു. കണ്ണനോട് അത്രയും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ എടുത്തിട്ട് വരുമ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ചിട്ട് അഡ്മിഷൻ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ അത്ഭുതമാണ്! സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ചെറുങ്ങനെ വിഷമിപ്പിച്ചില്ലേ, അതിനുശേഷം കണ്ണനെ അങ്ങോട്ട് കൊടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ തന്നെ ഭഗവാൻ അത് കേൾക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടാവും. ഭഗവാൻ പ്രത്യേക താല്പര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികളെയൊക്കെ നമ്മൾ ഭഗവാനിലേക്ക് കൊണ്ടുവരിക. നമ്മളുടെ ഒരിക്കലും വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പലതും ഭഗവാൻ നമുക്ക് ചെയ്തു തരും, നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. ഹരേ കൃഷ്ണ.